പിന്നെ നല്ല രസമില്ലേ കാണാൻ, എന്തൊരു ഭംഗിയാ കാണാൻ. ആ വെയിലടിക്കുമ്പോൾ ഓറഞ്ചാണ്, ദളങ്ങളല്ലാതെ ഉള്ളിലേക്ക് റെഡ് ഷെയ്ഡ്. ഒരു കുറേ വ്യത്യാസങ്ങളുണ്ട്. പൂവ് ഒരു പിങ്ക് ഷെയ്ഡ്, ക്രീം കളർ, ക്രീമിനകത്ത് റെഡ് വരുന്നു. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇന്ന് നമ്മുടെ പൂക്കളിൽ ചെമ്പരത്തി കുറച്ചധികം ഉണ്ട്, നമുക്ക് അതിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു തണ്ടേ തന്നെ 4 പൂവ്, ഇഷ്ടംപോലെ മൊട്ട് ഇങ്ങോട്ടും ഉണ്ട്. അങ്ങനെ തന്നെ ഇത് നാല് പൂക്കൾ അടുത്താണ് നിൽക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ, എന്തൊരു ഭംഗിയാ കാണാൻ. ആ വെയിലടിക്കുമ്പോഴത്തേനും അതിൻ്റെ കളർ അങ്ങോട്ട് തിളങ്ങുക. പിന്നെ ഇതുണ്ടോ, 4 പൂവാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. ഭയങ്കര രസമാണ് അത് കാഴ്ചയ്ക്ക്. ഇതൊരു 5-6 വർഷത്തെ പഴക്കമുള്ള ഒരു ചുവടാണ്. ഇത് ഞങ്ങൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി, പിന്നെ ഇടയ്ക്ക് വല്ലാണ്ട് പൊങ്ങി പോകുമ്പോൾ പ്രൂൺ ചെയ്ത് വിടും. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഓരോ ലൈൻസ് വരുന്നത്. സാധാരണ നാടൻ ചെമ്പരത്തി നമുക്ക് ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഇതിലും വലുപ്പത്തിൽ പൂ വരും. പൂ കൂടുന്നതനുസരിച്ച് പൂവിൻ്റെ വലിപ്പം ചിലപ്പം കുറഞ്ഞു പോകും. എന്നാലും ഇതുണ്ട്, ഇതിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. വെയിലിൻ്റെ ചൂടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു വാട്ടമുണ്ട്. എന്നാലും നമുക്ക് അടുത്തേൽ പോകാം അല്ലേ. ഇത് അധികം പഴക്കമൊന്നുമില്ല, പുതിയ ചുവട് തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് നല്ല വലിപ്പം വെച്ചു. പെട്ടെന്ന് ശിഖരങ്ങൾ പൊട്ടി ഇതിൻ്റെ ഒരു ചുമപ്പ് ഷെയ്ഡ് വരുന്നുണ്ട് ചെറുതായിട്ട്. വൈറ്റിലുമാണ്, വൈറ്റ് ഇതിൽ ഒരു ചുമന്ന ഷെയ്ഡ് വരുന്നത്. ഇതിലും ചില ദിവസങ്ങളിൽ നിറഞ്ഞു പൂക്കളുണ്ടാകും. പൂക്കൾ വന്നോളും. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയായി ഇതിപ്പം. നല്ല ഭംഗിയുണ്ട്. വലിയ ചട്ടിയാണ്, ഇതിനും ചട്ടി വലുതാണ്. പിന്നെ വേറൊരു കളറാണ് ഇത്, നല്ല ഡാർക്ക് റെഡിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു പൂവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിനെന്തോ ഒരു ചെറിയ ഫംഗസ് പോലെ എന്തോ ഒരു അസുഖം വന്നിട്ട് പൂക്കളെല്ലാം വളരെ കുഞ്ഞായിട്ട് ഒരു നാടൻ വെറൈറ്റി പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പഴയ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുക. നമുക്ക് എന്നാൽ അടുത്ത പൂവിലേക്ക് പോയാലോ. ചെമ്പരത്തിയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്, എന്നാലും നമുക്കതിൻ്റെ പൂവിനും മൊട്ടിനും ഇലയ്ക്കും ഒക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പൂവ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഉള്ളിൽ നോക്കുമ്പോൾ ചെമ്പരത്തി തന്നെയാണ്, ചെമ്പരത്തിയുടെ ഇനം തന്നെയാണ്. ഇതിനെ ചുവട്ടിന്ന് തന്നെ തളുപ്പ് വന്ന് അവിടെ എല്ലാം പൂ വരും. ഇതുണ്ടോ, ചെമ്പരത്തി സാധാരണ കുറച്ച് പൊങ്ങിയിട്ട് ശിഖരം വന്നിട്ടല്ലേ പൂക്കളുണ്ടാവുക. ഇത് ചുവട്ടിൽ തന്നെ നിന്ന് പൂ വിരിയും. ഇത് കെട്ടി നിർത്തി പിന്നെ ബുഷിയാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി, അതിൻ്റെ മൊട്ട് വിരിഞ്ഞ് വരുന്നേ ഒരു വെറൈറ്റിയിലാണ്. എന്നാ അടുത്തതിലേക്ക് പോകാം. ഇത് വേറൊരു ഇനമാണ്. ഇത് ഹൈബ്രിഡ് തന്നെയാണ്. ചുമപ്പില് ഉള്ളില് പിന്നെ വൈറ്റ് കളർ വരുന്നതാണ്. പക്ഷെ ഇപ്പൊ പൂ കാണിച്ചു തരാൻ നിർവാഹമില്ല. പൂ ഇന്നലെ കൊഴിഞ്ഞു പോയി, കുറേ പൂവുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്തതിലേക്ക് എത്തി. ഇതൊക്കെ നല്ല പഴക്കമുള്ള ചുവടുകളാണ്. പക്ഷെ ഇപ്പോഴും പൂവെല്ലാം കുഞ്ഞിതായിപ്പോയി. ഇതിനി ഒരു സീസണും കൂടി ഉണ്ട് ഇതിന്. ഇപ്പോൾ ഈ കടും വെയിൽ വരുമ്പോൾ ഈ പൂക്കൾക്കൊക്കെ ഒരു വാട്ടം വരും, ചൂട് കൂടുന്നതനുസരിച്ച്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചെമ്പരത്തിയെ. ഇതിൻ്റെ പൂവുണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എതിളുകൾ ഇങ്ങനെ താഴോട്ട് നല്ല വീതിയിൽ നിൽക്കും. ഉള്ളിലേക്ക് വരുമ്പോൾ ഓരോ എതിളും ഇങ്ങനെ ചുരുണ്ടിരിക്കും. നല്ല ഓറഞ്ച് കളറിലുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു ഇതാണ്. ഇതൊരു പുതിയ പൂവാണ്. ഇന്ന് 5 പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. എല്ലാ തലപ്പുകളിലും മൊട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം മിക്കവാറും 4-5 പൂക്കൾ വെച്ച് ഉണ്ടാകും. ഇനി ഇവിടെ കുറച്ച് ചെമ്പരത്തികൾ നമ്മൾ വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇത് ചുവട് കണ്ടോ, ചുവട് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു 10 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇതിപ്പം മൊത്തം വെട്ടിവിട്ടിട്ട് പുതിയ തളിപ്പ് വന്നു, അവത്തേലും പൂവും വന്നു. ഈ പൂവിൻ്റെ വലിപ്പം കുറഞ്ഞു, വലിപ്പമുള്ള പൂവാണ് അതിൻ്റെയൊക്കെ. പിന്നെ ഇത് ചുമപ്പിൽ പൂവിന് വലിപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഉള്ളിൽ നല്ല ഒരു യെല്ലോ ഷെയ്ഡാണുള്ളത്, ലൈറ്റ് റെഡാണ് ഇതിൻ്റെ കളറ്. ഇത് നല്ല രസമാണ് നിറഞ്ഞ് പൂത്തിരിക്കുമ്പോൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡല്ലേ, മഞ്ഞ, സൈഡിൽ മഞ്ഞ, പിന്നെ ഒരു വൈറ്റ്, അതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളർ വന്നിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഈ കളർ കണ്ടോ, നല്ല രസമല്ലേ, കഡു ഓറഞ്ചാണ്. ദളങ്ങളല്ലാതെ ഉള്ളിലേക്ക് റെഡ് ഷെയ്ഡ്, ഒരു പിങ്ക് ഷെയ്ഡ്, ഉള്ളിൽ നല്ല റെഡ് കളറ്. ഇത് ഭയങ്കര രസമുള്ള പൂവാണ്. ഇതാണ് പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ച് പൂക്കളും മൊട്ടുകളൊക്കെ ഉണ്ട്. ഇതിനെ നമുക്ക് ചെമ്പരത്തിയുടെ കൂടെ കൂട്ടാൻ പറ്റില്ല. പക്ഷെ പൂ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതൊരു ചെമ്പരത്തിയിലുള്ള വരുന്നതല്ലേന്ന്. എന്താന്ന് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, ഇതിന് ഭയങ്കര നല്ലൊരു മുള്ളുണ്ട്, നല്ല മുള്ളായിട്ടാണ്. പിന്നെ ഇതിൻ്റെ മൊട്ട് കാണുമ്പോൾ മൊട്ടിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ചെമ്പരത്തി അല്ല ഇത് ശരിക്കും. കാഴ്ചയിൽ പൂവിന് മാത്രമേ ഒരു ചെമ്പരത്തി ലുക്കുള്ളൂ.
ചെടി മൊത്തമേ വേറെയാണ്. എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല. ഇതും റോസ് തന്നെയാണ്. നല്ല കുറച്ചധികം ദളങ്ങൾ കൂടിയതാണ്. തട്ടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ വേറെ ഇങ്ങനെയാണ് വരുന്നത്. 2 സെക്ഷനായിട്ടൊക്കെ പൂ നിൽക്കും പോലെ തോന്നും നമുക്കത്. ഇതാണ് റോസിൽ തന്നെയാണ്, വൈറ്റും റോസും കൂടെ കൂടിയ ഷെയ്ഡാണിത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തേത് പിന്നെ എന്തോ ഒരു രോഗം ബാധിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇത് നന്നാവുമായിരിക്കും, ഉറപ്പില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല മഞ്ഞ പൂവായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. മഞ്ഞ കളറിൽ വരുന്നതായിരുന്നു. പഴക്കമുള്ള ചുവടുമാണ്. ചിലപ്പോൾ അത് പോകാനും വഴിയുണ്ട്. ഇത് ഭയങ്കര ഭംഗിയാണ്. ഇത് നല്ല പൂവാണ്. ഇതിൻ്റെ ദളങ്ങൾ കണ്ടോ, റോസ് കളറാണ് സൈഡ്. ഉള്ളിലേക്ക് എത്തുമ്പോൾ വൈറ്റ് വരും, വീണ്ടും റോസ് തന്നെ ഷെയ്ഡ് വരും അതിൻ്റെ ഉള്ളിൽ. ഈ കളറും നല്ലൊരു കളറാണ് ഇത്. ഇതിലിപ്പോൾ പൂ കുറവാണ്. ചെറിയ തൈയാണിത്, വലിയ പഴക്കമുള്ള ചുവടല്ല. പിന്നെ വേറൊരെണ്ണം ഇത് എന്താ പറയുക, ക്രീം കളറ്. ക്രീമിനകത്ത് റെഡ് വരുന്നു. വലിപ്പമുള്ള പൂവുണ്ടാകും. ഇതാണ് കണ്ടോ, രസമില്ലേ? നല്ല ഭംഗിയല്ലേ കാണാൻ? നല്ല രസമുള്ള പൂവ്. 3 പൂക്കളുണ്ട് ഇപ്പോൾ നിലവിലിട്ട്. പിന്നെ ഇവിടെ 2-3 എണ്ണം ഉണ്ട്. ഇതൊക്കെ പിങ്കിൽ വരുന്നതാണ്. ഇതൊക്കെ പൂ കഴിഞ്ഞ് നിൽക്കുവാണ്. അത്ര ഹെൽത്തി അല്ല. ഇത് കുഴപ്പമില്ല, ഇത് ഹെൽത്തിയാണ്. പക്ഷേ ഇതിന് പൂവാകുന്നതേ ഉള്ളൂ, മുട്ടയേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. പിന്നെ അതേപോലെ ഇവിടെ ഒരെണ്ണം, അതിൻ്റെയും പൂവെല്ലാം കഴിഞ്ഞിട്ടിങ്ങനെ അടുത്ത നല്ല പൂ വരണം. ഇനിയിപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെമ്പരത്തി ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പരത്തി വിശേഷങ്ങളെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പിന്നെ കാണാം കേട്ടോ.